അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിൻ്റെ അർക്കാനുകൾ, അതിൻ്റെ സ്തംഭങ്ങൾ, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, നിർബന്ധ കാര്യങ്ങളും പിന്നെ അതിൻ്റെ സുന്നത്തുകളും എന്ന വിഷയത്തിൽ ഒരല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹജ്ജിൻ്റെ അടിസ്ഥാന കർമ്മങ്ങളായ, അതായത് റുക്കുനുകളായ, അതില്ലാതെ ഹജ്ജ് സംഭവിക്കുകയില്ല. അതിനെ ഫിദ്യ നൽകുന്നതുകൊണ്ടോ ബലി നൽകുന്നതുകൊണ്ടോ ഹജ്ജ് പൂർണ്ണമാവുകയില്ല. ഹജ്ജിൻ്റെ ആ ബാധ്യത നിറവേൽക്കപ്പെടുകയില്ല. ഒന്നാമത്, ഏറ്റവും അതിൽ അർക്കാനിൽപ്പെട്ടത് ഇഹ്റാമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നത് അത് ഹജ്ജിൻ്റെ റുക്കുനിൽ പെട്ടതാണ്. ഹജ്ജിൻ്റെ ഉദ്ദേശത്തോടു കൂടെ പ്രത്യേകമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഹ്റാം പ്രവേശിക്കലാണ് ഹജ്ജിൻ്റെ നിയ്യത്തോടു കൂടി. രണ്ടാമത്തത് വഖൂഫ് അറഫ ബിൽ അറഫ, അറഫയിൽ നിൽക്കുക. അത് ഒരു മിനിറ്റെങ്കിലും ശരി അറഫയിൽ ഉണ്ടാവുക. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അൽ ഹജ്ജു അറഫ, അറഫയിൽ നിൽക്കലാണ് ഹജ്ജ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഒരിക്കലും ഹജ്ജ് പൂർണ്ണമാകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ തവാഫുൽ ഇഫാദ, അതായത് ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 10-ാം ദിവസം, ദുൽഹിജ്ജ 10-ാം ദിവസം ആ തവാഫുൽ ഇഫാദ നടത്തുന്നു. ആ തവാഫ് ഹജ്ജിൻ്റെ തവാഫാകുന്നു. അത് ഏറ്റവും അർക്കാനിൽപ്പെട്ടതാകുന്നു. അതില്ലാതെ ഹജ്ജ് പൂർണ്ണമാവുകയില്ല. ഇനി ഹജ്ജിൻ്റെ സുപ്രധാനമായ പിന്നെ സായി ചെയ്യുക എന്നത് ഹജ്ജിൻ്റെ ഭാഗമാകുന്നു. അതായത് തവാഫുൽ ഖുദൂമിൽ സായി നടത്തില്ല എങ്കിൽ ആ സായി തവാഫുൽ ഇഫാദയ്ക്ക് ശേഷം നടത്തേണ്ടത് നിർബന്ധമാകുന്നു. ഇനിയുള്ളത് ഹജ്ജിൻ്റെ വാജിബുകൾ, നിർബന്ധമായ കർമ്മങ്ങൾ. അതായത് ഇത് ഒഴിവാക്കപ്പെട്ടാൽ ബലി നൽകുന്നതോടുകൂടി അത് വീടപ്പെടുന്നതാണ്. അതല്ലെങ്കിൽ വാജിബാത്തുകൾ നിറവേറ്റപ്പെടുകയില്ല. അതിൽ ഒന്നാമത്തത് മീഖാത്തിൽ തന്നെ ഇഹ്റാം പ്രവേശിക്കലാകുന്നു. ഓരോ നാട്ടുകാർക്ക് നിശ്ചയിക്കപ്പെട്ടതായ മീഖാത്തിൽ തന്നെ ഇഹ്റാം പ്രവേശിക്കലാണ് അതിൻ്റെ വാജിബാത്തിൽപ്പെട്ടത്. രണ്ടാമത് മുസ്ദലിഫയിൽ അറഫാ ദിവസം, അതായത് ദുൽഹിജ്ജ 9-ന് ശേഷമുള്ള അറഫാ ദിവസം കഴിഞ്ഞ് സൂര്യാസ്തമിച്ചതിന് ശേഷം മുസ്ദലിഫിൽ പാർക്കുക എന്നതാണ് അതിൻ്റെ മറ്റൊന്ന്. മൂന്നാമത്തത് ജംറത്തുൽ അഖബയിൽ, അതായത് വലിയ ജംറയിൽ കല്ലേറ് നടത്തുക 10-ാം ദിവസം ദുൽഹിജ്ജ 10-ന്. അത് ദുൽഹിജ്ജ 10-ന്, 11-ന്, 12-ന് മിനായിൽ വെച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ പോയി ഒന്നാമത്തെ ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ കുബ്ര, ഇത് 3-ലും കല്ലേറ് നടത്തുക എന്നത് വാജിബാത്തുകളിൽ പെട്ടതാണ്. പിന്നെ മിനായിൽ തങ്ങൽ, ആ മിനയിൽ തങ്ങൽ അത് 10, 11, 12 ഈ 3 ദിവസങ്ങളിൽ മിനയിൽ തങ്ങൽ നിർബന്ധമാണ്. പിന്നെ ബലികർമ്മം നൽകുക, അത് ദുൽഹിജ്ജ 10-ലാകട്ടെ മറ്റുള്ള ദിവസങ്ങളിലും, അതായത് അയ്യാമു തശ്രീക്കിലും അത് ചെയ്യപ്പെടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ അത് വാജിബാത്തിൽ പെട്ടതാകുന്നു. പിന്നെ ഹജ്ജിൻ്റെ പൂർത്തീകരണത്തോടു കൂടി തലമുണ്ടനം ചെയ്യുക, അല്ലെങ്കിൽ തലമുടി ചെറുതാക്കുക എന്നത് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. പിന്നെ തവാഫുൽ വിദാ, മക്കയിൽ നിന്ന് വിട പറയുമ്പോൾ വിദാഇൻ്റെ തവാഫ് ചെയ്യുക എന്നത് വാജിബാത്തിൽ പെട്ടതാകുന്നു. ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹജ്ജിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാകുന്നു. അതായത് ഇഹ്റാമിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗുസ്ൽ ചെയ്യുക, ജനാബത്തിൻ്റെ ഗുസ്ൽ, ആ കുളി, അത് സുന്നത്തിൽപ്പെട്ടതാകുന്നു. പിന്നെ തൽബിയ ചൊല്ലുക, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന്
ആ ഒരു തൽബിയ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് അത് സുന്നത്തുകളിൽ പെട്ടതാകുന്നു. അതേപോലെ തന്നെ തവാഫുൽ ഖുദൂം, ആദ്യം പ്രവേശിക്കുന്ന സമയത്ത് ചെയ്യുന്ന തവാഫുൽ ഖുദൂം, അതും സുന്നത്തിൽ പെട്ടതാകുന്നു. മക്കയിൽ എത്തിയ ഉടനെ ചെയ്യുന്ന ആ തവാഫ്. അതുപോലെ തന്നെ സഫ മർവയ്ക്ക് ഇടയിൽ നടത്തുന്ന സഅയ്, അതുപോലെ അറഫയിൽ നിന്നുകൊണ്ട് ധാരാളം ദുആ ചെയ്യുക, അതുപോലെ തന്നെ മിനായിലും ദുആ ചെയ്യുക, ദിക്ർ ചൊല്ലുക. പിന്നെ അതുപോലെ തന്നെ ജംറയിൽ കല്ല് എറിയുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലുക. ഇങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.